വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ കാഹളം കുമാരൻ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ശാലിനിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശവശരീരം ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം പോലീസുകാരും ഒപ്പം പോകുന്നുണ്ട്. അന്നേരം സൂപ്രണ്ട് എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഡോക്ടറാണ് ശസ്ത്രക്രിയ വൈകിച്ചത്. അപ്പോൾ സൂപ്രണ്ട് അതിനുള്ള വിശദീകരണമൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സൂപ്രണ്ടിനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ പോലീസുകാരനും പോയി സൂപ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം അതേസമയം അവിടെ കാഹളം കുമാരനാണെങ്കിൽ വളരെയധികം ആശുപത്രിയുടെ കൊള്ളയെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ഏത് ഡോക്ടറെ കാണണമെങ്കിലും പൈസ കൊടുക്കണം. ഈ കുഞ്ഞിൻ്റെ വയറ്റിലെ മുഴ മുറിച്ച് മാറ്റാനായിട്ട് ആർക്കാണ് പണം കൊടുക്കേണ്ടത്? അവർ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റൽ വരാതെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. എന്തിനായിരുന്നു? ഏത് ഡോക്ടറെ കാണണമെങ്കിലും ഏത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ആർക്കൊക്കെങ്കിലും പൈസ കൊടുക്കണം. ഇങ്ങനെയുള്ള പൈസയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടക്കാം. പക്ഷേ പാവപ്പെട്ടവർക്ക് അങ്ങനെയൊന്നും നീതി ലഭിച്ചേ മതിയാകൂ. പിന്നെ ഭയപ്പെടുത്തി ഓടിക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ കുറേ ഞങ്ങളിവിടെ തലതല്ലി മരിക്കും, അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട, കുറേ പാവപ്പെട്ടവരുടെ ശരീരം ഇവിടെ വീഴും, ശവശരീരം ഇവിടെ വീഴും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ആശുപത്രിയുടെ കൊള്ളയെക്കുറിച്ചും അങ്ങനെ ഒരുപാട് അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇതെല്ലാം കേട്ടിങ്ങനെ അങ്ങ് വിഷമിച്ച് നിൽക്കുമ്പോൾ സൂപ്രണ്ട് വരുന്നുണ്ട്. അന്നേരം ഇതിൽ നിങ്ങൾക്ക് എന്ത് വിശദീകരണമാണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കിറ്റ് പിന്നെ ശസ്ത്രക്രിയ വൈകിപ്പിച്ചത് അപ്പോൾ ഡോക്ടറാണ്. അപ്പോൾ കിറ്റ് വാങ്ങാനായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു, അതവർ താമസിപ്പിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അതിന് തോമസ് കുര്യനാണ് മറുപടി പറയണമെന്ന് പറയുമ്പോൾ ആ ഡോക്ടറെ വിളിക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് ഈ ഡോക്ടറെ വിളിക്കാൻ ഒരു പോലീസുകാരൻ പോകുന്നുണ്ട്. അന്നേരം ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ ജീവൻ പോയിട്ട് അയാൾ എന്ത് മലമറിക്കുന്ന ജോലിയാണ് അതിനകത്ത് ചെയ്യുന്നത്, ഇനി ആരെ കൊല്ലാനുള്ള ഏർപ്പാടാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. ഡോക്ടർക്ക് എന്ത് വിശദീകരണമാണെന്ന് ചോദിക്കുമ്പോൾ ശസ്ത്രക്രിയയ്ക്കുള്ള കിറ്റ് വാങ്ങാനായിട്ട് ഒരാഴ്ചയേറെ ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ പക്ഷേ അവർ ഇന്ന് വാങ്ങാം നാളെ വാങ്ങാം എന്ന് പറയുന്നതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ സൂപ്രണ്ടിനോട് ശാലിനി ചോദിക്കുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് കാർഡ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്നേരം സൗജന്യ ചികിത്സ വെച്ചിരുന്നതാണെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. ആദിവാസി കുടുംബമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഇവിടെ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് പറയുന്നത്. പക്ഷെ അവർ താമസിപ്പിച്ചതാണ്. 32,000 രൂപ മുടക്കി അവർക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കും ഇല്ലെന്നാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, സൗജന്യ ചികിത്സ ഓഫർ ചെയ്തിരുന്നല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രകടന പത്രികയിൽ വായിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങളാണ് ബലിയാടാകുന്നത്. ഇവിടെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും മാഡത്തിന് ചിലപ്പോൾ എന്നെ ബലിയാടാക്കിയിട്ട് മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരേ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അത് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ ഡോക്ടർക്കും അവിടെ അതിൽ പങ്കൊല്ലൊന്നും ഇല്ലയെന്ന് ശാലിനിക്ക് മനസ്സിലാവും. അന്നേരം ശാലിനി എന്ത് ചെയ്യണമെന്ന് പറയാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ആ കാഹളം കുമാരൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. ഒന്ന് ശാലിനി കുറേ നേരം മരിച്ചു കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയും കരഞ്ഞിരുന്ന അമ്മയെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഈ കുഞ്ഞ് മരിച്ചതിൽ വളരെയേറെ സങ്കടം ഞങ്ങളുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നതാണ്. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. അന്വേഷണ വിധേയമായിട്ട് ഡോക്ടർ തോമസ് കുര്യനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതുകൊണ്ട് നിങ്ങൾ സമാധാനപരമായിട്ട് പിരിഞ്ഞു പോകണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ കാഹളം കുമാരൻ പറയുന്നുണ്ട്, ശാലിനി മാഡത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, മാഡം പറഞ്ഞതുപോലെ ചെയ്യും എന്നുള്ളത് ഉറപ്പുണ്ട്. ഇവിടെ നടക്കുന്ന ഈ പണം കൊള്ളയ്ക്കെതിരെ അതിന് പിന്നെ ചെയ്യുന്നവരെ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം, നിയമത്തിന് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇതിന് പിന്നിൽ ആരുണ്ടെങ്കിലും അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അതുകൊണ്ട് ഉറപ്പ് തരികയാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു പോകാമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. പക്ഷേ പിന്നെയും ശാലിനിയാണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ചേതനയേറ്റ ശരീരം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ അമ്മയാണെങ്കിൽ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരികയാണെങ്കിൽ ആ ഒരു ശ്യാമ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാശ് കൊടുത്ത ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, കുഞ്ഞിനെ അവർ അതിന് മാറ്റുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. അതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ പൈസയായിട്ട് ബില്ലടയ്ക്കുന്ന ക്യാഷ് കൗണ്ടറിലേക്ക് വരുമ്പോൾ കമലിനാണെങ്കിൽ അവിടെ തൊട്ടപ്പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ കമലിനെയും കാണുന്നില്ല, കമലും ഗോപാലകൃഷ്ണനെയും കാണുന്നില്ല. അതിനുശേഷം ബില്ല് ക്യാഷ് കൊണ്ടുവന്ന് അടച്ചിട്ട് ശാരികയുടെ ബില്ല് അടയ്ക്കാനാണെന്ന് പറയുമ്പോൾ ഇത് അടച്ചതാണല്ലോ എന്നിങ്ങനെ ആ ഒരു റിസപ്ഷനിലിരിക്കുന്ന ആ ഒരു ഇത് പറയുന്നുണ്ട്. അന്നേരം ആരാ അടച്ചതെന്ന് ചോദിക്കുമ്പോൾ 5 മിനിറ്റ് മുന്നേ അടച്ചതാണ്, പിന്നെ ഒരു സ്ത്രീയാണോ അടച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, ഒരാണാണ്, കുറച്ച് മുന്നേ വരെ അയാളിവിടെ ഫോൺ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരാണ് അടച്ചതെന്ന് ഗോപാലകൃഷ്ണന് മനസ്സിലാവുന്നില്ല. ഗോപാലകൃഷ്ണൻ പൈസയായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ശാരികയുടെ റൂമിലേക്ക് വന്നിട്ട് ആരോ ക്യാഷ് അടച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ രാജീവിൻ്റെ വീട്ടുകാരെങ്കിലും ആണോ എന്ന് ശാരികയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്ത് പറയുന്നത്, എന്നെ ഭ്രാന്തിയാക്കാൻ നടക്കുന്നവർ എൻ്റെ പ്രസവത്തിൻ്റെ ബില്ല് കൊണ്ടുവന്ന് അടയ്ക്കുമോ, ഇതിപ്പോൾ എന്നാലും വേറെ
ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കമലിനാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണെന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. അന്നേരം പിന്നെ നീയാണോ ക്യാഷ് അടച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെ എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. അന്നേരം നിന്നോട് ആര് പറഞ്ഞു ക്യാഷ് അടയ്ക്കാനായിട്ട്? നീ ഇവളുടെ കെട്ടിയവനൊന്നും അല്ലല്ലോ, എന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ കമലിനിങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട് ശാലിനി ആയിരിക്കും വെച്ചാൽ ക്യാഷ് കൊടുത്ത് വിട്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അന്നേരം അവൾ എന്നെ കാശ് കൊടുത്ത് വിലക്കെടുക്കുക, അവളുടെ കാശൊന്നും എനിക്ക് വേണ്ട, ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞ് കമലിനോട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഏട്ടത്തിയമ്മ പറഞ്ഞു ഞാൻ അടച്ചു, അത്രേ എനിക്കറിയാവുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിന്നെപ്പോലുള്ളവർ പിന്നീട് പറഞ്ഞ് അപ്പോൾ പിന്നെ ശാരിക പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ കമലിനോട് ചൂടാവുന്ന? കമലിനെ നമ്മളെ സഹായിക്കാൻ വന്നതല്ലേ. അന്നേരം ആരുടെ ഒരു സഹായം എനിക്ക് വേണ്ട, ഇവനെപ്പോലുള്ളവർ പിന്നീട് പറഞ്ഞ് നടക്കും. മകളുടെ പ്രസവത്തിന് പോലും പൈസ അടയ്ക്കാനുള്ള ഗതി കിട്ടാത്ത അച്ഛനാണ് ഞാനെന്നുള്ളത്, അതുകൊണ്ട് ആരെയും കാശൊന്നും എനിക്ക് വേണ്ട. അവൾ കാശും കൊടുത്ത് വിട്ടിരിക്കുന്നു, അതെ അവളുടെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട, നീ ഈ കാശ് അവളുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ കവറിൽ നിന്ന് പൈസ എടുത്ത് കമലിന് നേരെ നീട്ടുകയാണ്. വേണമെങ്കിൽ ഒരു ദിവസത്തെ പലിശയും ചേർത്ത് എടുത്തോളാം പറ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആകെ അങ്ങോട്ട് തിളച്ച് നിൽക്കുകയാണ്. അന്നേരം കമലിന് ദേഷ്യം വരുന്നുണ്ട്. കമലം പറയുകയാണ് എനിക്ക് കൊണ്ട് കൊടുക്കാനും സമയമില്ല, പിന്നെ ചെന്ന് പറയാനും ഒന്നിനും സമയമില്ല, ഇവിടെ വന്ന് കാശടയ്ക്കാനായിട്ട് ഏട്ടത്തിയമ്മ ഏൽപ്പിച്ചു, അത് ഞാൻ ചെയ്തു, ഇവിടെ നിന്നൊന്നും കൊണ്ടു ചെല്ലാനൊന്നും പറയുന്നില്ല, പിന്നെ വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പോയി കൊടുത്തോ, അപ്പോൾ പറയുകയെല്ലാം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരികയോട് പറഞ്ഞിട്ട് കമലിനാകെ ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരവും ഗോപാലകൃഷ്ണൻ അങ്ങ് തിളച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അവൾ എന്നെ വിലക്കെടുക്കാൻ വന്നിരിക്കുന്നു, കാശും കൊടുത്ത് വിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ശാരിക വിഷമിച്ച് കിടക്കുകയാണ്. ഇതേസമയം അവിടെ മാണിക്കോത്താണെങ്കിലും മഹേന്ദ്രനാണെങ്കിലും കാറിൽ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം നിർമ്മലയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ രാവിലെ എവിടെ പോയെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു ഇതോട് പറയുന്നുണ്ട് തൃപ്പങ്കോട്ട് ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ കേരളത്തിൻ്റെ പിന്നെ തെക്കേറ്റത്ത് കാസർഗോഡോട്ട് മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ നീ അവിടെ പോയി വരാനെടുത്ത സമയം കണ്ട് ഇന്നലെ വരെ അത് ഇവിടെ ഉണ്ടായിരുന്നു, നീ പോയി വരാനെടുത്ത സമയം എന്നിട്ട് ചോദിച്ചതാണ്, ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, എടുത്താലും നീ എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ട്. അന്നേരം മഹേന്ദ്രൻ എന്തോ ഒരു സംശയം പോലെ തോന്നിയിട്ടാണ് ചോദിക്കുന്നതൊക്കെ. തുടർന്നാണെങ്കിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ പിന്നെ ചന്ദ്രയാണെങ്കിൽ അകത്തു നിന്ന് ബാഗിൽ എന്തോ എടുത്തുകൊണ്ട് അമ്മ ഈ ബാഗ് എന്നും പറഞ്ഞ് ഇറങ്ങി വരികയാണ്. അന്നേരം ഇവക്ക് എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല പിന്നീടുള്ള സത്യം പറയുകയാണ്. ഇന്നത്തെ നാളെന്താണ്, രേവതി നാളല്ലേ, നമ്മുടെ മകൻ ശിവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയത് അവന് വേണ്ടി വഴിപാട് കഴിക്കാനാണ്, അപ്പോൾ അവനെ ഒന്ന് കാണണമെന്ന് തോന്നി, അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. പിന്നെ അവരോടൊപ്പം ഒന്നിച്ച് കുറേ നാൾ കൂടിയല്ലേ മകളെയും കാണുന്നത്, അപ്പോൾ അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് ഈ പെങ്കൊച്ച് എത്ര ദിവസമായി ഇവിടെ നിന്ന് മാറി നിന്നിട്ട് ഞാൻ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നു, ഇനി നമ്മൾ വഴക്കൊന്നും വേണ്ട, മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ നിർമ്മല വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. പക്ഷേ മഹേന്ദ്രൻ ഇങ്ങനെ ആകെ ദേഷിച്ച് പറയുകയാണോ, അപ്പോൾ അച്ഛനും നീ മക്കളും അമ്മയും എല്ലാം കൂടി അങ്ങ് ഒന്നായി, ഇപ്പോൾ ഞാനാണല്ലേ പുറത്ത്, അപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടത് ആരാണെന്ന് ഞാനാണല്ലേ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മഹേന്ദ്രൻ മുന്നോട്ടിറങ്ങിയാണ്. അന്നേരം പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് അച്ഛാന്നും പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. നിന്നെ തൊട്ട് പോകരുത് തന്നെ എന്ന് പറയുകയാണ്. അന്നേരം അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വായിന്ന് അങ്ങ് വീണ് പോയതാണെന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ നിങ്ങളുടെ കഥയിൽ കാണേണ്ടത് അച്ഛൻ അടിയറവ് പറയുന്ന ഒരു സീനല്ലേ, അമ്മയുടെയും മകളുടെയും കാലിലേക്ക് സാഷ്ടാംഗ അച്ഛൻ വീഴണം, പിന്നെ അമ്മയ്ക്ക് വക്കാലത്തായിട്ട് മകളും മകൾക്ക് വക്കാലത്തായിട്ട് അമ്മയും വരുന്നു, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും വക്കാലത്തായിട്ട് അവനും വരുമല്ലോ, അപ്പോൾ കോളം അങ്ങോട്ട് തികയുമല്ലോ, പക്ഷേ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നിർമ്മലയോടും ചന്ദ്രയോടും പറയും, രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുകയാണ്. അന്നേരം മഹിയേട്ട എന്തേ പറയുന്നത്, ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, അന്നേരം എങ്ങോട്ട് പോയാലും സാരമില്ല, അച്ഛനെ അനുസരിക്കാത്ത മകൾക്കും ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയ്ക്ക് ഇവിടെ സ്ഥാനമില്ല, രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, പിന്നെ ഇറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് ഒന്ന് തള്ളുകയാണ്. പിന്നാലെ ചന്ദ്ര ചെല്ലുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രയും പിടിച്ച് തള്ളുന്നുണ്ട്. എന്നിട്ട് വെളിയിലിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഗേറ്റ് വെളിയിലിറങ്ങി മഹേന്ദ്രൻ വെളിയിലിറങ്ങിയിട്ട് ഗേറ്റ് അടയ്ക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് മഹിയേട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ഇനിയിപ്പോൾ അറിയാനായിട്ട് ആരാണ് ബാക്കിയുള്ളത്, എന്തായാലും നിങ്ങളിവിടെ വേണ്ട, ഇവിടെ ഞാൻ മാത്രം മതി, ആരും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ പോകത്തൊന്നുമില്ല, ഞങ്ങൾ കൂടി അവകാശപ്പെട്ട വീടാണ്, വാ മോളെ എന്നും പറഞ്ഞ് നിർമ്മല ചന്ദ്രയും പിടിച്ചുകൊണ്ട് കയറാൻ തുടങ്ങി. എങ്ങോട്ട് അടിയെന്നും പറഞ്ഞ് വീണ്ടും പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ നീയൊക്കെ കൊള്ളാമല്ലോ, ഇനി നാളെ മുതൽ ഇവിടെ കൊടി കുത്താനും തുടങ്ങുമല്ലോ, എല്ലാവരോടും പോയി
പോയി പറഞ്ഞുതരാം, മഹേന്ദ്രൻ പടിയടച്ച് പിണ്ടം വച്ചു എന്നുള്ളത്, വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, ആരാണ് എനിക്കെതിരെ വരുമെന്ന് നോക്കട്ടെ, എന്തായാലും നിങ്ങളിവിടെ വേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ഇതിനകത്തേക്ക് കയറ്റേണ്ട, അമ്മയും മകളും എന്നെ അനുസരിക്കാതെ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും മഹേന്ദ്രനകത്ത് കയറിയിട്ട് ഗേറ്റ് അങ്ങ് കുറ്റിയിടുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റിയോട് വാൺ ചെയ്യുകയാണ്, പെണ്ണുങ്ങളുടെ പൂങ്കണ്ണീര് കണ്ടിട്ട് കയറ്റം കാണും തുറന്നാൽ താനും അവരോടൊപ്പം പുറത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയി. സെക്യൂരിറ്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, സെക്യൂരിറ്റി അകത്താണ് നിൽക്കുന്നത്. അന്നേരം അമ്മയെ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് നിർമ്മലയോട് ചോദിക്കുമ്പോൾ നിർമ്മല ഇങ്ങനെ ഗേറ്റിൽ ചാരി നിന്ന് കരയുന്നേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ശാന്തയാണെങ്കിൽ ശരിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഇതുവരെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, കയ്യിലേക്ക് ഇട്ടിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സങ്കടമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടന്നാൽ പിന്നെ എന്താ കഥയുള്ളത്, നമ്മൾ പക്ഷേ സർവീസിനാണെങ്കിൽ നമ്മൾ പ്രാർത്ഥന കേൾക്കുക, അവസാനം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരിക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നത്, ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, പാലൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വേറൊന്നുമല്ല, അവർ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുകയല്ലേ, പിന്നെ കാശ് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു, അത് ആ വെച്ചിരിക്കുന്നതിൻ്റെ വാടക എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കാശിനായിട്ട് അച്ഛൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ശാലിനി എന്നിങ്ങനെ ചോദിക്കുകയാണ് ശാന്ത. അന്നേരം അത് ശാലിനിയോട് പറഞ്ഞാൽ അവൾ ചെയ്യും, പക്ഷേ അച്ഛൻ്റെ അഭിമാനം സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, പുറത്തുള്ളവരോട് കണക്ക് പറഞ്ഞാലും മക്കളുടെ മുന്നിൽ കണക്ക് പറയാനായിട്ട് വയ്യ, അതങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാന്ത ചോദിക്കുകയാണ്, ശ്യാമ കാശ് കൊണ്ട് തന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏത് കാശ് എന്ന് ചോദിക്കുമ്പോൾ ചിട്ടി പിടിച്ച കാശ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഏത് ചിട്ടി എന്നും പറഞ്ഞ ഗോപാലകൃഷ്ണൻ ശാരിക ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അന്നേരം ശാരികയുടെ പ്രസവത്തിനായിട്ട് ശാരദാമ്മ ഒരു ചിട്ടി പിന്നെ കെട്ടിയിരുന്നു, ചിട്ടി വട്ടം എത്തിയതാണ് നമ്മുടെ സീമേച്ചിയുടെ കയ്യിൽ, അത് ഞാൻ ശ്യാമയോട് പറഞ്ഞിരുന്നതാണല്ലോ, സീമേച്ചിയുടെ കയ്യിൽ നിന്ന് ശ്യാമ പണവും വാങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ചിലപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ തരാനായിരിക്കും വച്ചിരിക്കുന്നതെങ്കിലോ. അന്നേരം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ ആദ്യം നോക്കേണ്ടത്, അതിനുള്ള കാശ് ചിലവാക്കാനല്ലേ, അപ്പോൾ അതിൻ്റെ പൈസയല്ലേ ആദ്യം കൊടുക്കേണ്ടത്, പിന്നീടല്ലേ ഡിസ്ചാർജൊക്കെ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ എല്ലാവരും ചിന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് അവൾ നമ്മളെ ചതിക്കുകയാണെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ കാശിനായിട്ട് ഓടി നടക്കുന്നത് അവളും കണ്ടതാണല്ലോ എന്നൊക്കെ ശാരികയും പറയുന്നുണ്ട്. തുടർന്ന് അവർക്ക് ആ ശ്യാമ പൈസ കിട്ടിയെന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഗോപാലകൃഷ്ണനാണെങ്കിൽ ആകെ ദേഷ്യത്തിലേയും കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഓട്ടോയിലൊക്കെ ഇറങ്ങിയിട്ടോട്ടെ, കാരണം പെട്ടെന്ന് കാശൊക്കെ കൊടുക്കുകയാണ്. അന്നേരം ശ്യാമ അകത്ത് നിന്ന് ഇങ്ങനെ തുണി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക, അന്നേരം ശ്യാമേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. പക്ഷേ ശ്യാമ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. അന്നേരം നീ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ വെച്ചാൽ കാര്യമെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, പിന്നെ ഞാൻ കാശിന് വേണ്ടി ഇത്രയും ഓട്ടം ഓടിയില്ലേ, ഇതിന് പിന്നെ സത്യാമ്മയുടെ കാല് വരെ വീണു, ഈ പൈസയുടെ കാര്യം അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാശ് വാങ്ങില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്തൊക്കെയാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം 2 പൊട്ടിച്ചിട്ട് മനസ്സിലാക്കാൻ തന്നെയായിട്ട് ഞാൻ വന്നത്, ഈ കാശ് നിനക്ക് നേരത്തെ പറഞ്ഞുവിടായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം വീണ്ടും ശ്യാമ ഏത് കാശ് എന്നിങ്ങനെ ഒട്ടും അറിയാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം അടിയും കൊണ്ട് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ കവളത്ത് കൈയും വെച്ച് ഗോപാലകൃഷ്ണൻ നോക്കി നിൽക്കുന്നു. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഗോപാലകൃഷ്ണന് ശ്യാമ പൈസ കൊടുക്കുമോ ഇല്ലയോ എന്നാണ്, അതിന് വേറെ എന്തെങ്കിലും ചെയ്തോ അത് ഇനി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും മിക്കവാറും. അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ശാരികയുടെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി തിരിച്ച് സത്യഭാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാമല്ലോ, അതോ ഇനി ശാലിനിക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കോ എന്താണെന്നുള്ളതാണ്. അവിടെ മധുരയ്ക്ക് പോയ രശ്മിയും ശിവനെയും ഈ എപ്പിസോഡിൽ കാണിച്ചില്ല, അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം.